ഇവിടെ എല്ലാം കൂടി ലോകമുണ്ട് നമ്മുടെ മുൻപിൽ. ആ ലോകത്തിനെ പ്രകടമാക്കിയിട്ടുള്ള അതിൻ്റെ ഹേതു, അതിൻ്റെ മൂലം, ആ മൂലപ്പൊരുളുണ്ട്. ആ മൂലപ്പൊരുൾ ഒരു രൂപമുള്ള പൊരുളല്ല. എന്തെങ്കിലും ഒരു രൂപമുണ്ടെങ്കിൽ ആ രൂപത്തിന് പരിമിതി ഉണ്ടാവും. ഇപ്പോൾ തലയാണ് കഴുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തല ചുറ്റളവ് ഉണ്ടാവണതിന് കഴുത്ത് അതിലും ചുരുങ്ങണം. 10 വിരലുണ്ടെങ്കിൽ ഈ വിരലിൻ്റെ ഇടയിലൊക്കെ പഴുത് വേണം. അപ്പോൾ വ്യാപകത്വം എന്ന് പറയണത് രൂപത്തിനുണ്ടാവില്ല. വ്യാപകത്വം വേണം എന്നുണ്ടെങ്കിലോ അരൂപമായിരിക്കണം. ഏതുപോലെ? ഭൂമിയെപ്പോലെയല്ല, വെള്ളത്തെ പോലെയല്ല, വായുവിനെ പോലെയല്ല, അഗ്നിയെപ്പോലെയുമല്ല, ആകാശം എന്ന് പറയുന്ന 5ാമത്തെ ഭൂതത്തെ പോലെ ആയിരിക്കണം. അങ്ങനെ രൂപമില്ലാത്ത ഒരു സാന്നിധ്യമാണത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ രൂപമില്ലാത്ത സാന്നിധ്യത്തിൽ നിന്ന് എങ്ങനെയാണ് രൂപങ്ങൾ ഉണ്ടാവുക എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഒരു മറുപടിയും ശാസ്ത്രത്തിനോ സയൻസിനോ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളൊക്കെ ജനിച്ചത് അച്ഛനമ്മമാരിൽ നിന്നാണ്. അവർ ജനിച്ചതോ അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന്. എന്നാൽ ആദ്യം ജനിച്ച അച്ഛനും അമ്മയും എവിടുന്നാണ് ജനിച്ചത്? ആദ്യം ജനിച്ചതെന്ന് പറയുമ്പോൾ അവർക്ക് മുമ്പ് അച്ഛനും അമ്മയില്ല. അപ്പോൾ അച്ഛനമ്മമാരിൽ നിന്നല്ലാതെ ഒരച്ഛനും ഒരമ്മയും അല്ലെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായതിന് ശേഷം അവർ അച്ഛനമ്മമാരായി, പിന്നെ കുട്ടികളുണ്ടായി എന്ന് പറയുമ്പോൾ കാരണമില്ലാത്ത കാര്യം എന്നൊരു ദോഷം അതിനുണ്ട്. കോസില്ലാത്ത ഒരു ഇഫക്റ്റ് എന്ന്. അങ്ങനെ കാരണമില്ലാത്ത കാര്യമൊന്നും നമുക്ക് സ്വീകാര്യമല്ല. നമ്മുടെ പ്രത്യക്ഷ ലോകത്തിൽ ഏത് കാര്യമുണ്ടോ, ഇഫക്റ്റ് ഉണ്ടോ, അതിന് തക്കതായ ഒരു കോസുണ്ട്. ഇപ്പോൾ നമ്മൾ എണ്ണ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ എണ്ണ തരാനായിട്ട് എള്ളുണ്ട് അവിടെ. ആ എള്ള് അരയ്ക്കുമ്പോഴാണ് എണ്ണ വരുന്നത്. മണലിട്ട് അരച്ചാൽ എണ്ണ വരില്ല. അപ്പോൾ എള്ള് എവിടെ നിന്ന് കിട്ടി? ചെടിയിൽ നിന്ന് കിട്ടി. ആ ചെടി എവിടെ നിന്നുണ്ടായി? വിത്തിൽ നിന്നുണ്ടായി. ആ വിത്തോ വേറെ ഒരു ചെടിയിൽ നിന്ന്. ആദ്യത്തെ എള്ളും ചെടി എവിടെ നിന്നുണ്ടായപ്പോൾ മറുപടിയില്ല. ഇങ്ങനെ ലോകവസ്തുക്കൾക്ക് എല്ലാറ്റിനും നിങ്ങൾ അന്വേഷിച്ച് ചെന്നാൽ മനസ്സിലാവും, ദി എൻറ്റയർ മെറ്റീരിയൽ വേൾഡ് ഓർ മെറ്റീരിയൽ ക്രിയേഷൻ certainly must not have been born from another material presence. ആദ്യത്തത്. അപ്പോൾ ഈ ലോകം എന്നും ഒരു വിസ്മയമാണ് കൂട്ടരെ. അതിനെ പൂർണ്ണമായി വിശദീകരിക്കാൻ നമുക്ക് സാധിക്കില്ല.